ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് രാവിലെ എണീച്ചപ്പോൾ തന്നെ അച്ഛൻ്റെ ഒരു ചോദ്യമാണ് കേട്ടോ. ആ ഉമ്മറത്തല്ലേ അത്രയും പേരൊക്കെ പഴുത്ത് നിൽക്കുന്നത്, അപ്പോൾ അതൊന്ന് പറിച്ചുകൂടെ എന്നുള്ളത്. അപ്പോൾ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല, വേഗം ഒരു തോട്ടിയെടുത്ത് ഇറങ്ങി കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഉണ്ട് കേട്ടോ. ഞാൻ 2-3 ആഴ്ചയായിട്ട് ഞാനത് തീരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത്യാവശ്യം പഴുത്ത് നല്ലതിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ അറുത്തിരുന്നതൊക്കെ പെറുക്കിയെടുക്കുന്നത് മാളൂസാണ് കേട്ടോ. അപ്പോൾ കുറേ എണ്ണം പെറുക്കിയെടുത്തു. അപ്പോൾ അതിൽ അത്യാവശ്യം കുറച്ചെണ്ണം കേട്ടോ, അത് നല്ല പഴുത്ത് നന്നായിട്ട് കൊത്തി നിൽക്കണം കേട്ടോ. അത് കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടമായിട്ട്, കാരണം ഇങ്ങനെയൊക്കെ പറിക്കുന്നത് അതൊക്കെ പെറുക്കിയെടുക്കണമെന്ന് പറഞ്ഞാൽ അവൾക്ക് ഭയങ്കര ഹാപ്പിനെസ് ഉള്ളൊരു സംഭവം കേട്ടോ അതൊക്കെ. എന്തായാലും പേരയ്ക്ക പറിക്കാൻ വേണ്ടി ഇറങ്ങിയതല്ലേ, അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ചുകൂടി സാധനങ്ങൾ വീട്ടിലുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടി ഒന്ന് പറിക്കാൻ വിചാരിച്ചു. ഒരു 2-3 മൂച്ചിയുണ്ട് കേട്ടോ. അതിലൊരു മൂച്ചിയിലാണെങ്കിലും എല്ലാ പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാവാറേ ഇല്ല, കുറച്ച് അവിടെ ഇവിടെ പൂക്കുകയും ചെയ്യുള്ളൂ കേട്ടോ. ഇപ്രാവശ്യം നന്നായിട്ട് പൂത്തുന്നു കേട്ടോ. പക്ഷേ ഒരു മൂച്ചിയിലാണെങ്കിൽ കാലം തെറ്റിയിട്ട് കുറേ മുന്നുണ്ടായ കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് 2-3 മാങ്ങ അറുത്ത് പെറുക്കിയെടുത്തു കേട്ടോ. അപ്പോൾ മാങ്ങയൊക്കെ പെറുക്കിയതിന് ശേഷം പിന്നെ നേരെ പോയത് തൊട്ട് പുറകിലേക്കാണ് കേട്ടോ. അവിടെ ഈ ഒരു ചാമ്പയ്ക്കേൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, കുറച്ച് ചാമ്പയ്ക്ക ഉണ്ടാവും, അത് കഴിയും, അതിന് ശേഷം അടുത്ത ചാമ്പയ്ക്ക ഉണ്ടാവും. അങ്ങനെ എപ്പോഴും ഇങ്ങനെ ചാമ്പയ്ക്ക ഇങ്ങനെ സ്ഥിരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവുന്ന ഒരു സംഭവമാണ് കേട്ടോ. അത് എന്ത് ടൈപ്പാണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. അപ്പോൾ അങ്ങനെ വീടിൻ്റെ സൈഡിൽ കുറച്ച് ചിക്കൂസ് കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ 3-4 പറിച്ചെടുത്തു. അപ്പോൾ കവറൊന്നും കിട്ടാത്തതുകൊണ്ട് അവിടെ നിന്ന് ഒരു തേക്കിൻ്റെ എല്ലാം എടുത്തിട്ട് അതിൽ സെറ്റാക്കി പോന്നു. പിന്നെ ഞങ്ങൾ കയറി വരും, ഞങ്ങൾ ഗേറ്റിൻ്റെ അടുത്ത് തന്നെ നല്ലൊരു മൂച്ചിന് കേട്ടോ. ഭയങ്കര ടേസ്റ്റുള്ള മാങ്ങയാണ് കേട്ടോ. പക്ഷേ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ റോഡ് സൈഡിലായതുകൊണ്ട് എത്ര ടേസ്റ്റ് ആണെങ്കിൽ ഞങ്ങൾക്ക് ആസ്വദിച്ച് അങ്ങോട്ട് തിന്നാൻ കഴിയാറില്ല കേട്ടോ. കാരണം ഒരു 10 ഉണ്ടായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടുക ഏകദേശം ഒരു 5 ഉള്ളൂ കേട്ടോ. അതിൻ്റെ കൂടെ ഇപ്പോൾ തൊട്ട് മുന്നിൽ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി കാര്യം പറയണ്ടല്ലോ അല്ലേ. അങ്ങനെ കിട്ടിയതെല്ലാം കൂടെ ഒന്ന് സെറ്റാക്കിട്ടോ. പിന്നെ അതിൻ്റെ പോണേൻ്റെ മുമ്പ് അതെല്ലാം ഒന്ന് കണ്ട് സന്തോഷിക്കുന്നുണ്ട് രണ്ടുപേരും. സ്കൂളിൽ പോകാനൊക്കെ ടൈം ആയിരുന്നു. അപ്പോൾ മാള് വേഗം സ്കൂളിൽ പോകാനുള്ള ഒരുങ്ങുന്ന ടൈം കൊണ്ട് ഞാനൊരു 2 മുറിച്ചിട്ട് അതിൽ കുറച്ച് മുളകും ഉപ്പൊക്കെ തിരുമ്പി എടുത്തു കേട്ടോ. കുറച്ച് അപ്പൂസിന് മാറ്റി വെച്ചു, അതുപോലെ തന്നെ കുറച്ച് മാളൂസിന് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി വെച്ചിട്ടോ. നിങ്ങളിപ്പോൾ ഈ ഇവളുടെ മുഖത്തിൽ കാണുന്ന സന്തോഷമല്ലേ, അത് സ്കൂളിലേക്ക് പോകണേനല്ല കേട്ടോ, ആ സാധനം സ്കൂളിലേക്ക് കൊണ്ടുപോയി ഫ്രണ്ട്സിൻ്റെ കൂടെ കഴിക്കുന്നതിലുള്ള സന്തോഷമാണ്.